الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدًا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة منزلين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യപരസ്യ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും ദോഷങ്ങളും പാപങ്ങളും സംഭവിച്ചിട്ടുണ്ടോ അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിലിന് എത്ര കാലം ബാക്കിയുണ്ടോ അത്രയും കാലം അള്ളാഹുവിന് തഖ്വ ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഈമാനോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായ വീടുകളിൽ ആശുപത്രികളിലൊക്കെ കഴിയുന്നവർ അള്ളാഹു അവർക്കും നമുക്കും ആജിലും മുസ്തമിറുമായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവരുടെയും നമ്മളുടെയും ഒക്കെ പ്രയാസങ്ങൾ മാറ്റുകയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലോക മനുഷ്യരുടെ ഹിദായത്തിനു വേണ്ടി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഏറ്റവും ഉത്കൃഷ്ട പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈസാ നബിയുടെ ഇൻജീലിന് ശേഷം പുതിയൊരു ശരീഅത്തും കിതാബുമായി വേദഗ്രന്ഥവുമായി അല്ലാഹു നബി തങ്ങളെ നിയോഗിക്കുന്നു. എല്ലാ നിലയിലും സാംസ്കാരികമായി മൂല്യങ്ങൾ തകർന്നടിഞ്ഞ ഒരു വിഭാഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയും അവരെ എല്ലാം ശരിയായ മാർഗത്തിലേക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന അവരുടെ പൂർവ്വപിതാവ് ഏതൊരു തൗഹീദിലേക്കും ഏതൊരു ദീനിലേക്കുമാണോ ക്ഷണിച്ചത്, അതേ ദീനിൻ്റെ തനതായ മൂല്യങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളിലെയും സംഘത്തിലെയും ഒക്കെ പ്രധാനികളെയും സാധാരണക്കാരെയും ഒക്കെ ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ തങ്ങളുടെ ഉള്ളിലുള്ള പകയും വിദ്വേഷവും അസൂയയും ഒക്കെ അവരെ ആ സത്യം ഉൾക്കൊള്ളാൻ, ആ സത്യത്തെ സ്വീകരിക്കാൻ അവരെ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ആ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിനെയും അവർക്കുള്ള അവകാശത്തിനെയും ഒക്കെ തടയിടുകയും കഴിയാവുന്ന രീതിയിലൊക്കെ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അതിൻ്റെ പര്യവസാനമായിട്ടാണ് അല്ലാഹു തആല ഹിജ്റത്ത് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുവാദം നൽകുന്നത്. ആദ്യം എത്യോപ്യയിലേക്ക് പോകുന്നു, വീണ്ടും തിരിച്ചു വന്ന് അതിനുശേഷം അവസ്ഥകൾ വീണ്ടും രൂക്ഷമായ സന്ദർഭത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യാൻ തങ്ങളോടും തങ്ങളുടെ അനുചരന്മാരോടും അല്ലാഹു കൽപ്പിക്കുന്നത്. ഒരിക്കലും വളരെ എളുപ്പമായ ഒരു യാത്രയായിരുന്നില്ല ഹിജ്റ. അവരെല്ലാ നിലയിലും മാനസികമായി തകർന്ന, സാമ്പത്തികമായി തകർന്ന, ബന്ധങ്ങൾ പോലും അവർക്ക് നഷ്ടമായി. പല ആളുകളും നമുക്കറിയാം ഹിജ്റത്ത് ചെയ്തു പോകുമ്പോൾ ഒന്നുകിൽ അവരുടെ ഭർത്താവ് മുസ്ലിമായിരിക്കും, ഭാര്യ കാഫറത്തായിരിക്കും, അവർ തമ്മിൽ വേർപെട്ടിട്ടുണ്ട്. ഇനി നേരെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്, ഭാര്യ കാഫറത്താണ്, ഭർത്താവ് മുസ്ലിമാണ്. അപ്പോൾ ഹിജ്റത്ത് ചെയ്യേണ്ടി വരുമ്പോൾ ഈ വിവാഹബന്ധം വേർപെടും. മക്കളെ നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, കുടുംബം നഷ്ടപ്പെട്ടവർ, ഇതെല്ലാം അവർ ത്യാഗം സഹിച്ച് അവർ മക്കയിൽ നിന്നും മദീനത്തേക്ക് പുറപ്പെട്ടു പോയത് ഒന്ന് അവരുടെ ഉള്ളിൽ അത്രമാത്രം ഈമാനിനോടും ദീനിനോടുമുള്ള കൂറും
അതിനോടുള്ള അഭിനിവേശവുമായിരുന്നു. പക്ഷെ അല്ലാഹു തആല അങ്ങനെ കേവലം അവരോടൊരു മക്കത്തു നിന്ന് മദീനത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തു പോയി, അതോടുകൂടി എല്ലാം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ മാത്രം ഒതുങ്ങി തീരേണ്ട ഒരു പ്രത്യയശാസ്ത്രമായി മാറണം എന്ന ചിന്തയും ആലോചനയുമായിരുന്നില്ല നബി തങ്ങൾക്ക് ഇട്ടുകൊടുത്തിരുന്നത്. തീർച്ചയായും മക്ക അത് കഅബ കുടികൊള്ളുന്ന നാടാണ്. കഅബ അത് ഇസ്ലാമിക ലോകത്ത്, മുസ്ലിം ലോകത്ത് ആദ്യമായി അള്ളാഹുവിന് ആരാധന നടത്തുന്നതിന് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട ഗേഹമാണ്. ആ കഅബയിൽ ശിർക്കും വേണ്ടാത്തരങ്ങളും ഒന്നും നടക്കാൻ വേണ്ടി പാടില്ല. ആ കഅബ ഖിയാമത്ത് നാൾ വരെ അഹ്ലുൽ ഹഖിൻ്റെ കൈകളിൽ, അത് തൗഹീദിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കണം എന്നൊരു ദൗത്യം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അള്ളാഹു പറയാതെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഹിജ്റത്ത് ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ തങ്ങൾക്ക് അനുകൂലമായ മണ്ണാക്കി മാറ്റുന്നു. എന്നിട്ട് മക്കയുടെ വിഷയം പാടെ ഉപേക്ഷിച്ച രീതിയിലായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഓരോ ഘട്ടങ്ങളിലെത്തുമ്പോഴും നബിതങ്ങൾ കഅബയിലേക്കുള്ള അല്ലെങ്കിൽ കഅബ കുടികൊള്ളുന്ന ഭാഗത്തിലേക്ക് നബിതങ്ങൾ തിരിഞ്ഞു നോക്കുമായിരുന്നു. വ്യസനത്തോടുകൂടി, ദുഃഖത്തോടുകൂടി നബിതങ്ങൾ പറയുമായിരുന്നു, ഏ കഅബ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണ്, ഗേഹം നിൻ്റെതായിരുന്നു. ഞാൻ ജനിച്ചു വളർന്നതും എൻ്റെ കുട്ടിക്കാലവും എൻ്റെ ശൈശവവും എൻ്റെ കൗമാരവും എൻ്റെ യൗവനവും ഒക്കെ കഴിഞ്ഞത് നിന്നിലാണ്. എനിക്ക് നുബുവത്ത് ലഭിച്ചത് നിൻ്റെ മണ്ണിൽ വെച്ചാണ്. അവിടെയാണ് 13 വർഷം ഞാൻ താമസിച്ചത്. നിൻ്റെ സമൂഹം എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തു പോകുമായിരുന്നില്ല എന്ന് ബാഹ്യമായി കേൾക്കാൻ ശേഷിയില്ലാത്ത മക്കയുടെ മണൽത്തരികളോട്, കഅബയുടെ ആ കല്ലിൻ കഷ്ണങ്ങളോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ അല്ലാഹു തആല ഈ ഒരു ദൗത്യം നബി തങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നു. മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും കൈകളിലേക്ക് തിരിച്ചെത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ മദീനത്തേക്കെത്തി മദീനയെ അടിസ്ഥാനപരമായി സൗകര്യപ്പെടുത്തിയതിന് ശേഷം നബി തങ്ങളുടെ ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത് മക്ക തിരിച്ചുപിടിക്കൽ തന്നെയായിരുന്നു. അതിനെയാണ് നമ്മളിന്ന് ബദർ എന്ന് വിളിക്കുന്നത്. കേവലം ഒരു ബദർ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. മദീനയിലെത്തി 1 വർഷം പൂർത്തിയായപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സംഘങ്ങളെയും അയക്കാൻ തുടങ്ങിയിരുന്നു. കാരണം ഷാം വഴി വരുന്ന കച്ചവട സംഘങ്ങളൊക്കെ ഈ ബദർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രദേശത്തോട് അടുത്തു കൂടിയിട്ടാണ് അവർക്ക് കടന്നു പോകേണ്ടത്. അപ്പോൾ അവരെ പിടിച്ചു കഴിഞ്ഞാൽ, ആ കച്ചവടം എന്ന് പറഞ്ഞാൽ അവർ വർഷത്തിൽ 2 യാത്രകളാണ് നടത്തുക. ശൈത്യകാലത്തൊന്നും ഉഷ്ണകാലത്ത് മറ്റൊന്നും. രഹ്ലത ശിതാഇ വസ്വൈഫ്. അപ്പോൾ 6 മാസത്തേക്കുള്ളൊരു കച്ചവടമായിട്ടാണ് ഒരു സംഘം വരുന്നുണ്ടാകുക. ആ സംഘത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ, ആ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ മക്കയുടെ എക്കോണമി തകരും, മക്കയുടെ മാർക്കറ്റ് തകരും. അവിടെ വസ്തുക്കൾ ആകാതിരുന്നു കഴിഞ്ഞാൽ അവിടെ സാധനങ്ങൾക്ക് വില കൂടും. അവർ ക്രൈസിസിലേക്ക് പോകും ഉറപ്പായും. അത് നബി തങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു അനുവദിച്ചു കൊടുത്തു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു. ഇത്രയും കാലം തങ്ങൾ സഹിച്ചില്ലേ, തങ്ങളെയും തങ്ങളുടെ കൂട്ടരെയും മർദ്ദിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം അവർ ഉപയോഗിച്ചല്ലോ, ഇനി തങ്ങൾക്ക് പിടിച്ചെടുക്കാം, തങ്ങൾക്ക് പ്രതിരോധിക്കാം, തങ്ങൾക്ക് സൈനിക നീക്കം അങ്ങോട്ടേക്ക് നടത്താം. 12 മാസം കഴിഞ്ഞപ്പം തന്നെ, 1 വർഷം കഴിഞ്ഞപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട നീക്കം തുടങ്ങി. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹയാണ് നബി തങ്ങൾ ആദ്യമായി അയക്കുന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോന്നും അത് മിസ്സായി പോവുകയായിരുന്നു. ചിലപ്പോൾ അവർ സന്ധിയിൽ ഏർപ്പെടും, ചിലപ്പോൾ ഇവരെത്തുമ്പോഴത്തേക്ക് അവർ ഓടിപ്പോകും. അങ്ങനെ 7 സൈനിക നീക്കങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറുൽ കുബറക്ക് മുമ്പ് നടത്തുകയുണ്ടായി. ചില യാത്രകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ലക്ഷ്യത്തിൽ കണ്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചുരുക്കത്തിൽ 1.5 വർഷത്തിൻ്റെ ഇടയിലായി 18 മാസങ്ങൾ കൊണ്ട് 7 സൈനിക നീക്കങ്ങൾ. ഇതിന് ശേഷമാണ് നമ്മൾ ഇന്ന് വിളിക്കുന്ന ബദറുൽ കുബറ എന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നടന്ന ഏറ്റവും വിശിഷ്ടമായ ബദർ നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നിതാന്ത ജാഗ്രതയിലാണ്. ഏത് സംഘമാണ് വരുന്നത്, ആരാണ് അതിൽ പ്രധാനികളുള്ളത്, ഏത് സംഘത്തിൻ്റെ കച്ചവട ചരക്കാണ് കൂടുതലുള്ളത് എന്നൊക്കെ നബി തങ്ങൾ അത് നോക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി ആളുകളെ ഏൽപ്പിച്ചിരുന്നു. ആ സന്ദർഭത്തിലാണ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്നും 30-ൻ്റെയും 40-ൻ്റെയും ഇടയിലുള്ള ആളുകൾ വരുന്നൊരു സംഘം വരുന്നുണ്ട് എന്ന് ഹബീബിന് വിവരം ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, പുറപ്പെട്ടിട്ട് അബൂ സുഫിയാനെയും കൂട്ടിനെയും പിടിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന സെക്യുലറായ മതേതരത്തിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഈ ഒരവസ്ഥയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാമിനെ എങ്ങനെയാണോ വരച്ച് കാണിക്കുന്നത്, ആ വരച്ച് കാട്ടലാണ് ഇനിയുള്ള തലമുറകൾ പഠിക്കുക. ഇസ്ലാമിൻ്റെ പാഠങ്ങൾ അതിനെയാണ്, നമ്മൾ അങ്ങനെയാണ് ഉമ്മത്ത് മനസ്സിലാക്കുക. നമ്മൾ ബദർ പ്രതിരോധമാണെന്ന് പറയുമ്പോൾ
എങ്ങനെയാണ് ബദർ പ്രതിരോധമാകുന്നത്? പ്രതിരോധം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ്? പ്രതിരോധം എന്ന് പറഞ്ഞാൽ തൻ്റെ അധികാര കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ, തൻ്റെ സമ്പത്ത് അപഹരിക്കാൻ വരുന്ന ഒരാൾ, തൻ്റെ സ്വാധീന മേഖലകളിൽ അന്യായമായി കയ്യേറി തൻ്റെ സ്വത്തും അഭിമാനവും ഒക്കെ പിടിച്ചെടുക്കാൻ വരുന്ന ഒരാളെ തനിക്ക് അനുവദിക്കപ്പെട്ട ലഭ്യമായ ഉപകരണങ്ങളും മാധ്യമങ്ങളും ഉപയോഗിച്ചിട്ട് അവനെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ ആ ശ്രമത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് മലയാള ഭാഷയിൽ പ്രതിരോധം എന്ന വാക്കിൻ്റെ അർത്ഥം. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ ബദറിൽ സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ അങ്ങനെ അത് പറയുമ്പോൾ നമ്മൾ ചരിത്രത്തിന് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചരിത്രത്തിനെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. അബൂ സുഫിയാനും കൂട്ടരും കൃത്യമായി പാസ് ചെയ്തു പോകുന്നുണ്ടെന്ന് അറിയുന്ന സന്ദർഭത്തിൽ നബിതങ്ങളാണ് സഹാബാക്കളോട് പറയുന്നത്, ഇതാ അബൂ സുഫിയാനും കൂട്ടരും പോകുന്നുണ്ട്, നമുക്ക് പിടിക്കണം. എന്തിനാ പിടിക്കുന്നത്? ആ സമ്പത്ത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അവർ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ മുതല് സഹാബാക്കൾ ഉപയോഗിച്ച് അവിടെ ഇട്ടേച്ച് പോയതാണ്. അവർ നിർബന്ധപൂർവ്വം ഉപേക്ഷിക്കേണ്ടി വന്ന സമ്പത്താണ്. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ അവകാശമുണ്ട്. അതുകൊണ്ട് മക്ക തൽക്കാലം ഒരു ക്രൈസിസിലേക്ക് പോയാൽ മാത്രമേ ഭാവിയിൽ ആ മക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്തിന് കിട്ടണം? നബിതങ്ങൾക്ക് അവിടുത്തെ രാജാവായി വാഴാൻ, നബിതങ്ങൾക്ക് അവിടുത്തെ കംപ്ലീറ്റ് സ്വത്തിന്റെ അനന്തരാവകാശം നബിതങ്ങൾക്കും അഹ്ലുൽ ബൈത്തിനൊക്കെ കിട്ടാൻ. അങ്ങനെയാണല്ലോ ഒരു രാജ്യത്തിന്റെ യുദ്ധം നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മക്കം ഫത്തഹിന് ശേഷം നബിതങ്ങൾ അവിടെ തന്നെ നിൽക്കണമായിരുന്നു. അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊരു പാർലമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ നല്ല സുഖലോലുപേതയുടെ എല്ലാ രീതികളും ഉപയോഗിച്ചുകൊണ്ട് നബിതങ്ങൾ അവിടെ താമസിക്കണമായിരുന്നു. പക്ഷെ അതായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷ്യം. ഹറമൻ ആമിനൻ, ഹറമ് നിർഭയമുള്ള നാടാണ്, അത് ലോക ഉമ്മത്തിന് കിട്ടേണ്ടതാണ്. ഏതായാലും നബിയും സഹാബത്തും പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അബൂ സുഫിയാൻ അറിഞ്ഞു. അപ്പോൾ എല്ലാ യാത്രാ സംഘത്തിനും ഈ പറഞ്ഞതുപോലെ പിന്നെ അവർക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടി ചാരന്മാരുണ്ടാവും. പ്രത്യേകിച്ച് ഒരു ഏഴ് ശ്രമങ്ങൾ നടന്നത് കൊണ്ട് തന്നെ അബൂ സുഫിയാനും ജാഗ്രതയിലാണ്. ലംലം എന്ന് പറയുന്ന വ്യക്തി അബൂ സുഫിയാൻ അദ്ദേഹത്തിനെ പറഞ്ഞേൽപ്പിക്കുന്നു, മക്കയിൽ പോയി ഉടനെ വിവരം അറിയിക്കണം, എൻ്റെ സംഘത്തിനെ പിടിച്ചെടുക്കാൻ വേണ്ടി മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും വരുന്നുണ്ട്, സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മക്കക്കാർക്ക് കത്തയക്കുന്നു. മക്കക്കാർ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ഹാലിളകാൻ വേണ്ടി തുടങ്ങി. അവരും കുറേ നാളായി ഇത് സഹിക്കുന്നു. 7 വട്ടം കഴിഞ്ഞ് ഇത് 8ാമത്തെ തവണയാണ്. ഇനിയും ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. ചില ആളുകൾ പറഞ്ഞു, നമുക്ക് യുദ്ധത്തിനിപ്പം പോകണ്ട, നമ്മുടെ കച്ചവട ചരക്ക് സുരക്ഷിതമായി ഇവിടെ എത്തട്ടെ. രാജ്യത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്, അതില്ലാതെ വേറെ ഒന്നും നടക്കില്ല. എന്നാൽ അബൂജഹലിൻ്റെയും മറ്റും ഒക്കെ നിർബന്ധത്തിന് തയ്യാറായി മക്കക്കാർ യുദ്ധത്തിന് കോപ്പുകൂട്ടി ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും അബൂ സുഫിയാനെ പിടിക്കാൻ വേണ്ടി പുറപ്പെടുന്നത് റമദാൻ 8 തിങ്കളാഴ്ചയാണ്. 17-നാണ് ബദർ നടക്കുന്നെങ്കിലും അത്രയും ദിവസത്തെ യാത്രയും അതുപോലെ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മദീനയിൽ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെയും അബൂ ലുബാബ എന്നിവരെയും ഒക്കെ നബിതങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി താൽക്കാലികമായ അഭ്യന്തര ചുമതല നബിതങ്ങൾ ഏൽപ്പിച്ചു. നബിതങ്ങൾ 3 കൊടികളുണ്ടാക്കി. ഒന്ന് ഒരു വെളുത്ത കൊടിയായിരുന്നു, അത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. കറുത്ത നിറത്തിലുള്ള മറ്റു 2 കൊടിയും ഉണ്ടായിരുന്നു, അതും വേറെ ചില സഹാബാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ഏതായാലും ഒരു ചാലഞ്ചിന് ആ അർത്ഥത്തിൽ താൻ നേടിയെടുത്ത കച്ചവട ചരക്കിനെ നഷ്ടപ്പെടുത്താൻ അബൂ സുഫിയാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം കിട്ടിയ വിവരമനുസരിച്ച് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയുണ്ടായി. അപ്പോഴത്തേക്ക് അബൂജഹൽ ഇവിടുന്ന് പുറപ്പെട്ടു. അബൂജഹലും കൂട്ടരും ബദറിന്റെ ഏകദേശം അടുത്തേക്ക് എത്തുമ്പോഴേക്കും അബൂ സുഫിയാൻ ഏറ്റവും സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിയിരുന്നു. അബൂ സുഫിയാൻ കത്തയച്ചിട്ട് പറഞ്ഞു, അബൂജഹലെ, നിങ്ങൾ ഇനി യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യം നമ്മുടെ കച്ചവട ചരക്ക് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. അത് സുരക്ഷിതമായി അതിൻ്റെ ഇടങ്ങളിലേക്ക് എത്തി. ഇനി അതിൽ യാതൊരു പേടിയും വേണ്ട, നിങ്ങൾ മടങ്ങി വരും. ഇനി ഒരു യുദ്ധത്തിന് നമുക്ക് പോകേണ്ടതില്ല. പക്ഷെ അബൂജഹലും കൂട്ടരും ഈ പറഞ്ഞതുപോലെ അഹങ്കാരത്തിൻ്റെ, സ്വേച്ഛാധിപതിയുടെ ആ ചിന്തയുടെ, അടിച്ചമർത്തലിൻ്റെ മനോഭാവം, പേക്കൂത്തുകളുടെ മനോഭാവം അവരുടെ ഉള്ളിൽ അന്നുമുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ബദറിൽ വെച്ച് ഞങ്ങൾ ഏറ്റുമുട്ടും. ബദറിൻ്റെ പ്രത്യേകത എന്താ? ബദർ മാർക്കറ്റാണ്. വർഷത്തിൽ ആ പ്രദേശത്തെ മുഴുവൻ ചന്തകളും ഒരുമിച്ച് കൂടുന്ന മഹാചന്തയാണ് ബദർ. എല്ലാ ആളുകളും വരും. പഴയ കാലത്ത് അങ്ങനെയാണ്. നമ്മളെ പോലത്തെ ഇന്നത്തെ മാൾ സിസ്റ്റം, ഷോപ്പിംഗ് സിസ്റ്റം ഒന്നും ഇല്ല. അന്നിങ്ങനെ വർഷത്തിൽ കച്ചവടം ചെയ്ത് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും വിൽപ്പന നടത്തുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടും. അവിടത്തേക്ക് ആളുകൾ വരും, മഹോത്സവം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഈ ബദറിൽ വെച്ചിട്ട് നബിയും സഹാബാക്കളെയും ഏറ്റുമുട്ടണം, അവരെ കൈകാര്യം ചെയ്യണമെന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞു, ബദറിൽ ഞങ്ങളെ തമ്പടിക്കും, അവിടെ ഞങ്ങൾ ഒട്ടകത്തിനെ അറക്കും.
ഒട്ടകത്തിനെ അറുത്തിട്ട് ഞങ്ങൾ മദ്യം സേവിക്കും, ഞങ്ങൾ നർത്തകിമാർ ഞങ്ങൾക്ക് വേണ്ടി ആനന്ദ നൃത്തം ഞങ്ങൾക്ക് വേണ്ടി ചവിട്ടും. അങ്ങനെ സകല ആഭാസത്തരം കാണിച്ചിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും കൈകാര്യം ചെയ്യും. എന്നിട്ട് പറയും, പിൽക്കാലത്ത് വരുന്ന ആളുകളൊക്കെ ബദറിൽ ഈ പറയപ്പെട്ടതുപോലെ മാർക്കറ്റിൽ കച്ചവടത്തിന് വരുമ്പോൾ അവർ പറയും, ഇവിടെ വെച്ചാണ് മുഹമ്മദിനെയും സംഘത്തിനെയും തകർത്തത് എന്ന്. അവർ ആ മോഹത്തിലായിരുന്നു അവർ ബദറിലേക്ക് വന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? അബൂ സുഫിയാനെ പിടിക്കുക എന്ന് പറയുന്ന താരതമ്യേന ചെറിയ ലക്ഷ്യമായിരുന്നു. അബൂ സുഫിയാനുമാർ യുദ്ധമായിരുന്നില്ലല്ലോ ലക്ഷ്യം വെച്ചത്. പക്ഷേ ഇവിടെ ആ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അബൂജഹലും കൂട്ടരും ഒരു മഹായുദ്ധത്തിന് തന്നെ തയ്യാറെടുത്തിട്ടാണ് വരുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ തങ്ങൾ ചെറിയൊരു ആശങ്കയിലായി. കാരണം നബി തങ്ങൾ പുറപ്പെട്ടത് അബൂ സുഫിയാനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത്ര ആയുധങ്ങളും അത്ര ആൾബലവും മാത്രമേ നബി തങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നബി തങ്ങൾ ഈ സമയത്ത് കൂടിയാലോചന നടത്തി. ആ സമയത്ത് മുഹാജിറുകളും അൻസാറുകളും എന്ന് പറയുന്ന രണ്ട് സംഘങ്ങളുണ്ടല്ലോ. മക്കത്തിൽ നിന്നും മദീനത്തേക്ക് പോയ മുഹാജിറുകൾ മദീനത്തേക്ക് എത്തിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ രീതിയിലും സഹായഹസ്തങ്ങൾ നീട്ടിയ അൻസാറുകൾ രണ്ട് കൂട്ടരുണ്ട്. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആലോചിക്കേണ്ട പ്രശ്നം അവർക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അബൂജഹലിനെയും കൂട്ടരെയും തുരത്തുക എന്ന് പറയുന്നത് അവരുടെ അടിസ്ഥാന ആവശ്യമാണ്. കാരണം നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച വിഭാഗമാണ്. തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവർ ഏത് പാതിരാത്രി വിളിച്ചാലും അവർ ഈ ഒരു സംഘട്ടനത്തിനും പോരാട്ടത്തിനും ജിഹാദിനും ഖിത്താലിനും അവർ തയ്യാറാണ്. പക്ഷെ അൻസാറുകളുടെ കാര്യം അങ്ങനെയല്ല. അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഏറ്റവും പ്രശ്നകലുഷിതമായ സന്ദർഭത്തിൽ നബിക്കും സഹാബത്തിനും ഒരു സുരക്ഷിതമായ ഇടം ഒരുക്കി കൊടുത്ത ആളുകളാണ്. അവർക്ക് അതിൻ്റെ പേരിൽ ഒരുപാട് സെക്യൂരിറ്റി ത്രെട്ട് ഇപ്പം തന്നെ ഉണ്ട്. ഇപ്പം തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് അവർക്കുണ്ട്. അതിൻ്റെ പുറമെ അവരൊരു യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പിൻകാലത്ത് ചരിത്രത്തിൽ പറയും, മുഹമ്മദിനും കൂട്ടർക്കും അഭയം നൽകിയിട്ട് അൻസാറുകൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു, അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു എന്നൊരു സംസാരം ഉണ്ടായിപ്പോകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഈ ചർച്ച ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അൻസാറുകൾക്ക് മനസ്സിലായി, ഇത് നബിതങ്ങൾ ഞങ്ങളോടാണ് ഈ ചോദിക്കുന്നത്, മുഹാജിറിൻ്റെ വിഷയത്തിൽ നബിതങ്ങൾക്ക് ആശങ്കയില്ല എന്ന് കണ്ട സന്ദർഭത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ നേതാവ് എഴുന്നേറ്റ് നിന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, ഫംദി യാ റസൂലല്ലാഹ് ലിമാ അറദ്ത ഫനഹ്നു മഅക. തങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അങ്ങ് നീങ്ങുക, ഞങ്ങൾ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അങ്ങ് നടന്നുപോയി ഈ കാണുന്ന സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയിട്ട് ഞങ്ങളോട് ഇറങ്ങണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇറങ്ങും. കാരണം ഞങ്ങൾക്ക് ഉറപ്പാണ് അങ്ങ് നടക്കുന്ന വഴി അത് സത്യത്തിൻ്റെ വഴിയാണ്. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദുൻ, ഒരാളും ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയില്ല. നാളെ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ആളുകളാണ്. അങ്ങയുടെ കൂടെ ഞങ്ങൾ സ്ഥൈര്യമായി ആ ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടും. അല്ലാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരുടെ അനുയായികൾ പറഞ്ഞല്ലോ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, അവിടെയും ഒരു അപ്രതീക്ഷിതമായ ഒരു അറ്റാക്കിനുള്ള കൽപ്പന മൂസാ നബിക്ക് ഉണ്ടായ സന്ദർഭത്തിൽ മൂസാ നബി ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, മൂസ നിങ്ങളെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യും, ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഈ യുദ്ധത്തിൻ്റെ സ്കോർ ഞങ്ങൾ അളക്കാം എന്ന് പറഞ്ഞ ഏറ്റവും തരംതാണ ഒരു വർത്തമാനം ഞങ്ങൾ പറയൂല ഹബീബെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നബിതങ്ങൾ പറഞ്ഞു, ഫസിർ ബിന അലാ ബറക്കത്തില്ല, അള്ളാഹുവിൻ്റെ ബറക്കത്തോടു കൂടി അങ്ങ് ഞങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യും. തങ്ങൾക്ക് കാണാം, തങ്ങളുടെ കണ്ണുകളെ കുളിർപ്പിക്കുന്ന പ്രകടനം ഞങ്ങൾ നടത്തും. ഇതാണ് ഒരു നേതാവിൻ്റെയും ആ നേതാവിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല അനുയായികളെന്ന് പറയുന്നത് ഇതാണ്, മുഹാജിറുകളും അൻസാറുകളും. കാരണം എപ്പോഴും ഈ ഗ്രൂപ്പുകൾക്കിടയിൽ സംഘങ്ങൾക്കും സംഘടനകൾക്കും ഇടയിലൊക്കെ ക്രൈസിസ് വരുന്നപ്പോഴാണ്, വിള്ളലുകൾ വരുന്നപ്പോഴാണ്, ഇങ്ങനെയുള്ള ക്രൂഷ്യൽ മൊമെന്റ്സിലാണ്, ഇങ്ങനെ ആപൽഘട്ടങ്ങളിലാണ് അണികളുടെ യഥാർത്ഥമായ സ്വഭാവം നേതാക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവം അണികളും മനസ്സിലാക്കുന്നത്. ആ ദിശയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ല അനുയായികളായിരുന്നു മുഹാജിറുകളും അൻസാറുകളും എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അബൂജഹലും കൂട്ടനും പുറപ്പെട്ട് അബൂ സുഫിയാന്റെ കത്ത് കിട്ടിയപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വിഭാഗം ബനു സുഹറ എന്ന് പറയുന്ന ഗോത്രക്കാർ അവർ തീരുമാനിച്ചു, മതി ഞങ്ങളെ ഏതായാലും യുദ്ധത്തിന് കൂടേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ അബൂജഹൽ അയാളെ ആവേശത്തിന്, അയാളെ ഹുങ്ക് തീർക്കാൻ, അയാളുടെ മനസ്സിലെ ചൊടി തീർക്കാൻ പുറപ്പെട്ടതാണ്, അതുകൊണ്ട് ഞങ്ങളിതില്ല എന്ന് പറഞ്ഞത് അവർ തിരിച്ചു പോവുകയുണ്ടായി എന്ന് താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം.
അവർ ബദറിൽ വന്ന് തമ്പടിക്കുന്നു. ബദർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ ആ പ്രദേശങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അവിടെ ഒരു പ്രത്യേക രീതിയിൽ കല്ലും മണ്ണൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ചതുപ്പ് അല്ലെങ്കിൽ അവർക്ക് കാലുകൾക്ക് ഉറച്ചു വെക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. അള്ളാഹു തആല ബദറിൻ്റെ തലേന്ന് രാത്രി അള്ളാഹു തആല മഴയെ വർഷിപ്പിച്ച് അവർക്ക് മനസ്സിന് സമാധാനമുണ്ടാക്കി ആ പ്രദേശവും അവർക്ക് അനുകൂലമാക്കി തീർത്തു. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സഹാബാക്കൾ ഒരു പന്തലിട്ട് കൊടുക്കുന്നു. കാരണം നബിതങ്ങളാണ് യുദ്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത്. നബിതങ്ങളോട് പറഞ്ഞു, അല നബിനീലക അരീഷ, നബിയെ ഞങ്ങളൊരു പന്തലിട്ട് തരാം, തങ്ങൾ അവിടെ ഇരിക്കും, തങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരണം. തങ്ങൾ ഒരിക്കലും അടർക്കളത്തിൻ്റെ പോർക്കളത്തിൻ്റെ മുൻവശത്തേക്ക് വരാൻ വേണ്ടി പാടില്ല. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ തീരുമാനം ഇതിൽ മറ്റൊന്നാണെങ്കിൽ, അഥവാ ഞങ്ങൾ ഇതിലെല്ലാവരും ഷഹീദാക്കപ്പെട്ട് ഈ ബദർ ബാഹ്യമായി പരാജയത്തിലേക്ക് പോവുകയാണെങ്കിൽ അതും വിജയമാണ്. അങ്ങനെ പോകേണ്ടി വന്നാൽ തങ്ങൾ തീർച്ചയായും തിരിച്ച് മദീനയിലേക്ക് പോകണം. തങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, ആ സമൂഹം നാഥനില്ലാത്ത ഒരു വിഭാഗമായി മാറിപ്പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ അങ്ങേയറ്റത്തെ ദുആയിലായിരുന്നു. അങ്ങേയറ്റത്തെ ദുആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി തങ്ങൾ ബദറിൽ എത്തി അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് നബി തങ്ങൾ ദുആ ചെയ്യുന്നത്. നമ്മളീ പറയും പോലെ ബദർ എന്ന് പറഞ്ഞാൽ കേവലം ആത്മീയത മാത്രമാണെങ്കിൽ, അസ്കാറുകൾ ചെല്ലൽ മാത്രമാണ് ബദറെങ്കിൽ, ദുആ ചെയ്യൽ മാത്രമാണ് ബദറെങ്കിൽ, ഇത്ര കിലോമീറ്റർ താണ്ടി റമദാൻ മാസത്തിൽ താരിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന അവർക്ക് അന്ന് നോമ്പ് പോലും ഇല്ലായിരുന്നു. നോമ്പ് പോലും ഉപേക്ഷിക്കാനുള്ള ഇളവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അവരെല്ലാവരും കൂടി മദീനത്തെ പള്ളിൻ്റെ മുറ്റത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് നബിതങ്ങളുടെ നേതൃത്വത്തിൽ ദിക്റും ചൊല്ലിയിട്ട് ദുആയും ചെയ്തിട്ട് അള്ളാഹു എന്നീ അബൂ സുഫിയാനും കൂട്ടരെയും അവിടെ തടുത്ത് നിർത്തണമെന്ന് ദുആ ചെയ്ത് അള്ളാഹു സ്വീകരിക്കൂലേ? അള്ളാഹു സ്വീകരിക്കുന്നതിന് എന്താ പ്രയാസം? അള്ളാഹു ഖാദിർ അല്ലേ? അള്ളാഹു അപ്പം കഴിവുള്ളവനല്ലേ? എന്നെ അതും വേണ്ട, പോട്ടെ. അബൂ സുഫിയാനെ പിടിക്കാൻ പുറപ്പെട്ടു, അബൂജഹലും ടീം എത്തിയല്ലോ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തിരിച്ചു പോകാമായിരുന്നല്ലോ. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ദുആ സമ്മേളനം നടത്തിയിട്ട്, അല്ലെങ്കിൽ ആത്മീയതയാണ് ഞങ്ങളുടെ പ്രതിരോധം എന്ന കേവലം മറ്റുള്ളവരെ സുഖിപ്പിക്കാനുള്ള വാചകങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ ചരിത്രങ്ങൾക്കൊക്കെ എന്തർത്ഥമാണ് കൊടുക്കുക? അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ബദറിൽ പ്രാക്ടിക്കലി നബിതങ്ങൾ ഒരുക്കിയിട്ട് തന്നെയാണ് ദുആ ചെയ്തത്. തങ്ങൾ ദുആ ചെയ്ത്, അല്ലാഹു മിൻ തഹ്ലിക ഹാദിഹിൽ അസാബ, ഈ സംഘം ഞാൻ ഇനി നശിച്ചു പോയ പടച്ചവനെ, ഇനി നിന്നെ ഭൂമിയിൽ ആരാധിക്കാൻ എൻ്റെ സംഘം ഉണ്ടാവില്ല. കാരണം പ്രധാനികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്, 313 നല്ല ഇതിലുണ്ട്. ഇനിയൊരു വിഭാഗം ഉണ്ടാവുകയില്ല. കാബന്റെ നാഥനായ അള്ളാഹുവെ ഇതിൽ രക്ഷപ്പെടുത്തണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ അവർ പുറപ്പെട്ട് അവരതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ദുആ ചെയ്തപ്പോഴാണ് മലക്കുകൾ ഇറങ്ങിയത്. നമ്മളൊരിക്കലും എന്താ ബദറിൽ മലക്കിറങ്ങി പിന്നെ മലക്കുകൾ ഇറങ്ങാഞ്ഞത്? പിന്നെ ചരിത്രത്തിലുടനീളം നമ്മളിങ്ങനെ മുസ്ലിം സമൂഹം ഇങ്ങനെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് പോകുമ്പോൾ പടച്ചവൻ എന്താ മലക്കുകൾ ഇറക്കാത്തത്? ആ മലക്കുകളൊക്കെ പോയെന്നൊക്കെ ചോദിക്കുന്ന വാദങ്ങളുണ്ടല്ലോ. മലക്കുകൾ ഇറക്കാൻ അള്ളാഹുവിന് ചില ക്രൈറ്റീരിയകളുണ്ട്. ആ പണി നമ്മളെടുക്കുമ്പോഴാണ് അള്ളാഹിന്റെ പണി എടുക്കുക. നമുക്ക് മനസ്സിലാക്കി തരട്ടെ. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ഇസ്തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ സഹായം ചോദിച്ചല്ലോ, ഞാൻ തരാം, 1000 മലക്കുകളെ തരാം. ആദ്യം 1000 ആയിരുന്നു ആദ്യത്തെ ഓഫർ, പിന്നെ അത് 3000 പിന്നെ അത് 5000 5000 മലക്കുകൾ ഇറങ്ങി ബദറിൽ. 313 മനുഷ്യരും 5000 ചില്ലുവാനും മലക്കുകളും സംഘടിച്ച് നേടിയ വിജയമാണ് ബദറിന്റെ വിജയം. അതുകൊണ്ട് ബദറിൽ എല്ലാ എലമെന്റ്സും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി, ചരിത്രമായി മനസ്സിലാക്കി. ഒരിക്കലും ചരിത്രത്തിനെ വളച്ചൊടിക്കരുത്. അത് അതിൻ്റെ ഇടങ്ങളിൽ അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ കൃത്യത പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ആര്, എങ്ങനെ, എപ്പോൾ, എവിടെ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ എല്ലാം കൊണ്ടുപോയി ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ സോക്കോൾഡ് ആത്മീയത എന്ന് പറഞ്ഞിട്ട് അതിന് ഇല്ലായ്മ ചെയ്യരുത്. ബദറിനെയും ബദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും അത് നമുക്ക് മനസ്സിലാക്കി തരട്ടെ. മലക്കുകൾ ഇറങ്ങി. താരീഖിൽ കാണാം, ബനൂ ഗിഫാറിൽ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി പറയുന്നുണ്ട്, ഞാനും എൻ്റെ പിതൃവ്യൻ്റെ മകനും കൂടിയിട്ട് ഒരു മലൻ്റെ മുകളിൽ കയറി നിൽക്കുക. ബദറിൽ പോരാട്ടം നടക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നിന്നാൽ കൃത്യമായി ബദറിൻ്റെ ആ ഗ്രൗണ്ട് കാണാൻ വേണ്ടി പറ്റും, ഈ ഫൈറ്റ് ശരിക്കും കാണാൻ വേണ്ടി പറ്റും. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മനസ്സിലാവും ആരാണ് ജയിക്കുന്നത്, ആരാണ് തോക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വിഭാഗം ജയിക്കും, മറ്റേ ഒരു വിഭാഗം തോൽക്കും. അപ്പോൾ ജയിച്ച വിഭാഗം മറ്റേ വിഭാഗത്തിൻ്റെ സമ്പത്തും മറ്റൊക്കെ എടുത്തിട്ട് രക്ഷപ്പെടുമല്ലോ, നുഹ്ബ നടത്തുമല്ലോ, കൊള്ള നടത്തുമല്ലോ. ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും പോവാം. മുസ്ലിമീങ്ങളാണ് ഓടുന്നെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കൂടാം, മുശ്രിക്കീങ്ങളാണെങ്കിൽ അവരെ കൂട്ടത്തിൽ ഞങ്ങൾ കൂടാം എന്ന ഒരു കുബുദ്ധിയിൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുമല്ലോ ചില ഭീരുക്കൾ. ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുക, യുദ്ധം നടന്നിട്ട് ആരാണ് ജയിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അവർ പറയുന്നു,
ഞങ്ങളിങ്ങനെ മലമുകളിൽ ഇരിക്കുമ്പോൾ ഇസ്ദനത്ത് മിന്നാ സഹാബത്തുൻ, ഞങ്ങളിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മേഘം ഇങ്ങനെ താഴേക്ക് വരുന്നതായി ഞങ്ങൾ കാണാൻ തുടങ്ങി. ഒരു മേഘം ഇങ്ങനെ താഴേക്ക് വരുന്നു. ഫസമിഅനാ ഫീഹാ ഹംഹമത്തൽ ഖൈൽ, അതിൽ കുതിരയുടെ ചെനക്കുന്ന ശബ്ദമുണ്ടായിരുന്നു. കുതിര വേഗത്തിൽ ഓടുമ്പോൾ അതിൻ്റെ ഒരു ശ്വാസം വിടുന്നതും ചെനക്കുന്നതുമായ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം കേൾക്കാൻ വേണ്ടി തുടങ്ങി ഈ കാർമേഘത്തിൻ്റെ ഉള്ളിൽ നിന്നും. ഫസമിഅതു ഖായിലൻ യഖൂൽ, അതിൽ നിന്നും ഞങ്ങളൊരു അശരീരി കേട്ടു. അഖ്ദിം ഹൈസൂം, ഹൈസൂമേ കുതിച്ചു പോകൂ എന്നൊരു അശരീരി ഞങ്ങൾ കേട്ടു. ഈ ഹൈസൂം എന്ന് പറഞ്ഞാൽ ആരാണ്? താരിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അശ്വത്തിൻ്റെ പേരാണ്, കുതിരയുടെ പേരാണ് ഹൈസൂം. അപ്പോൾ ഇവർ കേട്ടത് ആരെ കുതിരയോടുള്ള കമാൻഡായിരുന്നു? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുതിരയോടുള്ള കമാൻഡായിരുന്നു. ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ എൻ്റെ പിതൃവ്യപുത്രൻ അമ്മ ഇബ്നു അമ്മി, എൻ്റെ പിതൃവ്യപുത്രൻ ഇത് താങ്ങാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. മനുഷ്യന്മാർക്ക് കേൾക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള ആ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം അന്നേരം തന്നെ ബോധരഹിതനായി ഹൃദയാഘാതമേറ്റ് അയാൾ മരിച്ചുപോയി. ഇദ്ദേഹം എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടു. വേറെ ചില റിപ്പോർട്ടുകൾ ഇങ്ങനെ കാണാം. ഉസൈദ് ബിൻ മാലിക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നു, അദ്ദേഹം ബദറിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, പ്രായത്തിൻ്റെ ആധിക്യം കാരണോ മറ്റോ. അദ്ദേഹം പറയുണ്ടായിരുന്നു, ഇന്ന് ലൗകുൻതുല്യൗമ ബി ബദരിൻ, ഞാൻ ഇന്ന് ബദറിൻ്റെ ആ രണാങ്കണത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും എനിക്ക് കാഴ്ചശക്തി ഉണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിൽ ഏതൊക്കെ പോയിന്റുകളിൽ നിന്നാണ്, ഏതൊക്കെ ഇടങ്ങളിൽ നിന്നാണ് മലക്കുകൾ വന്ന് ഞങ്ങളെ സഹായിച്ചത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു എന്ന് ആ സഹാബി പറയുണ്ടായി. വേറെ ചില സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ശത്രുക്കളുമായി പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വാളോ ഞങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളോ വീശാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അയാളുടെ തലയുണ്ടോ തെറിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മുറിവേൽക്കുന്നുണ്ടാകും. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മലക്കുകളെ ഇറക്കിയതാണ് എന്ന്. ആ മലക്കുകളുടെ വിശേഷണങ്ങൾ പോലും ഖുർആൻ ശരീഫിൽ കാണാം. മുസവ്വിമീൻ എന്ന പദമാണ് മലക്കുകളെ പറ്റി കാണാൻ വേണ്ടി സാധിച്ചത്. മുസവ്വിമീൻ, അടയാളമുള്ള മലക്കുകൾ. ഈ മുസവ്വിമീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മുഫസ്സിരീങ്ങളും താരീഖിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടുകളിൽ കാണാം. അവർ മുസവ്വിമീൻ എന്ന് പറഞ്ഞാൽ അവർ തലപ്പാവ് ധരിച്ചു വന്ന സംഘമായിരുന്നു. അമായിം, അവർ തലപ്പാവ് ധരിച്ചിട്ടായിരുന്നു ബദറിൽ വന്നിരുന്നത്. ഖദ് അർസലുഹ അലാ ദുഹൂരിഹിം, അവരുടെ തലപ്പാവിൻ്റെ ഈ വാല് അവരുടെ മുതുകുകൾക്കിടയിൽ പിറകിലേക്കിട്ട അവസ്ഥയിലായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അന്ന് വെളുത്ത തലപ്പാവായിരുന്നു മലക്കുകൾക്ക് ഉണ്ടായിരുന്നത്. ഹുനൈൻ യുദ്ധത്തിൽ മഞ്ഞ തലപ്പാവായിരുന്നു മലക്കുകൾക്ക് ഉണ്ടായിരുന്നത്, ചുമന്ന തലപ്പാവായിരുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ജിബ്രീലിന്റെ തലപ്പാവിന്റെ നിറം മഞ്ഞ വർണ്ണമായിരുന്നു. ഈ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തങ്ങളുടെ അടിമകളെ, ഒരു സമുദായത്തിന് വേണ്ടി പോരാടുന്ന, നന്മക്ക് വേണ്ടി പോരാടുന്ന, ഹക്കിന് വേണ്ടി പോരാടുന്ന ആ സംഘത്തിനെ സഹായിക്കാൻ അള്ളാഹു ഏർപ്പാട് ചെയ്യുകയുണ്ടായി. എന്താ കാര്യം? അവരുടെ നീയത്തുകൾ നിഷ്കളങ്കമായിരുന്നു. ഏറ്റവും വലിയ വിഷയതാണ്, നീയത്തുകൾ നിഷ്കളങ്കമായിരുന്നു. നമ്മൾ ഇസ്ലാം യുദ്ധത്തിൻ്റെ ആളുകൾ, ഇസ്ലാം യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ പറയുമ്പോൾ ആ വർത്തമാനം കേൾക്കുമ്പോൾ നമ്മൾ ധരിച്ചു പോകും ലോകത്താദ്യമായിട്ട് നടന്ന യുദ്ധം ബദറാണെന്നാ. ലോകത്താദ്യമായിട്ട് AD 600-700 കാലഘട്ടങ്ങളിൽ നടന്ന ബദറാണ് ആദ്യത്തെ ഒരു സൈനിക നീക്കം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. മനുഷ്യനുണ്ടായ കാലം മുതൽ BC 3000 കാലം മുതൽ തന്നെ ഇങ്ങോട്ട് മനുഷ്യന്മാർ തമ്മിലടിച്ചിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് എവല്യൂഷനുമായി ബന്ധപ്പെട്ട ഹിസ്റ്റോറിയൻസുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ വ്യത്യാസം എന്താണ്? ആ നടന്ന സംഘട്ടനങ്ങളും യുദ്ധങ്ങളും ഒക്കെ മനുഷ്യൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. തൻ്റെ അധികാരം നിലനിർത്താൻ, തൻ്റെ സൗകര്യങ്ങൾ നിലനിർത്താൻ, തൻ്റെ പ്രവിശ്യ വലുതാക്കാൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നു മനുഷ്യന്മാർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ആ യുദ്ധത്തിന് ശേഷം എന്താണ് അവർക്കുണ്ടായ നേട്ടം? അത് നോക്കുമ്പോൾ ഒരു നേട്ടമില്ല, എല്ലാം നഷ്ടത്തിലായിരുന്നു. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ഒന്നും നമ്മൾ ആരും മറന്നിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ ആയുധങ്ങളുടെ ശേഷി കുറവായിരുന്നു, അതുകൊണ്ട് കാഷ്വാലിറ്റിയും കുറവായിരുന്നു. 20-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്ക് യുദ്ധത്തിൻ്റെ എണ്ണം കുറയുകയും ആയുധങ്ങളുടെ ശേഷി കൂടുകയും കാഷ്വാലിറ്റി മൾട്ടിപ്പിൾ 10x വരെ പോയി എന്ന് ചരിത്രകാരന്മാർ നമ്മൾ മുമ്പിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് സഹായിച്ചു? അവരുടെ നീയത്തിൻ്റെ നിഷ്കളങ്കതയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു പൂർണ്ണമായ വിജയം സഹാബാക്കൾക്ക് നൽകുകയുണ്ടായി. എത്രത്തോളം മുശ്രിക്കീങ്ങൾക്കൊന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം അവർ പറഞ്ഞു, തിരിച്ചോടിയ സന്ദർഭത്തിൽ പറഞ്ഞു, ആരും കൂട്ടമായി കരഞ്ഞ്, അങ്ങനെ പഴയ കാലത്ത് അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പോരാട്ടത്തിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആളുകളൊക്കെ കൂടി കരഞ്ഞ് നിലവിളിച്ച് അതൊരു ആഘോഷമാക്കി അവർ മാറ്റുമായിരുന്നു. അവർ പറഞ്ഞു, കരയരുത് എന്നാണ് ഒച്ചത്തിൽ, കരഞ്ഞു കളയരുത്. ആ കരച്ചിൽ മക്കാര് കേൾക്കും,
മുസ്ലിമീങ്ങൾ കേൾക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കേൾക്കും. അവർക്ക് അതിൻ്റെ പേരിൽ സന്തോഷം ഉണ്ടാകും. നിങ്ങൾ കരയാൻ പോലും പാടില്ല എന്ന സർക്കുലർ ഇറക്കേണ്ടി വന്നു മക്കാ മുശ്രിക്കീങ്ങൾക്ക്. അസ്വദ് ബിനുൽ മുത്തലിബ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ 3 മക്കളും ബദറിൽ കൊല്ലപ്പെട്ടു ശത്രുപക്ഷത്തു നിന്ന്. ഒന്ന് ജംഅ, അഖീൽ, ഹാരിസ്. 3 ആൺമക്കളും നഷ്ടപ്പെട്ടു ഈ മനുഷ്യന്. ഇയാൾക്ക് ഇതിൻ്റെ പേരിലുണ്ടായ മനോദുഃഖവും വ്യതവും എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. നല്ല പോരാളികൾ. അയാൾക്ക് കരയണമെന്നുണ്ട്, പക്ഷെ കരയാൻ പറ്റുന്നില്ല, കാരണം സർക്കുലർ ഇറക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം രാത്രി നോക്കുമ്പോൾ ഒരു കരച്ചിലും അട്ടഹാസം കേൾക്കുകയാണ്. ഉടനെ അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പോയി നോക്ക്, ഖുറൈശികൾ കരയാനുള്ള അനുവാദം കൊടുത്തോ, ലോക്ക്ഡൗൺ മാറ്റി ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു. കരയാൻ അനുവദിച്ചു കൊണ്ടുള്ള സർക്കുലർ വിട്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അടിമ നേരെ പുറത്തേക്ക് ഇറങ്ങി പോയി നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ല, അത് ഖുറൈശികൾ അനുവാദം കൊടുത്തൊന്നല്ല, ഒരു പെണ്ണ് ആ പെണ്ണിൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ടിട്ട് കരയുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് സഹിച്ചില്ല. അയാൾ പറഞ്ഞു, ഫഇന്നക ജൗഫി ഖദ് ഇഹ്തറക അതബികി അൻ യളില്ല ലഹാ ബഈറുൻ വയംനഉഹാ മിനൻ നൗമി സുഹൂദു. ആ പെണ്ണ് ഒരൊട്ടകം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കരയുകയാണോ? ഞാൻ ഇവിടെ എൻ്റെ 3 ആൺമക്കളെ ഞാൻ എൻ്റെ ചെലവിൽ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഊർജങ്ങളെയും നേടിയെടുത്തുകൊണ്ട് അവരെ തീറ്റിപ്പോറ്റി വളർത്തി ഈ അവസ്ഥയിലേക്ക് എത്തി. എൻ്റെ 3 മക്കളും എനിക്ക് നഷ്ടമായി പോയി. ആ 3 മക്കളെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കരയാൻ പോലും സാധിക്കുന്നില്ല. അവരെക്കാൾ വലിയ നേതൃത്വം ഉണ്ടായിരുന്നില്ല ഈ സമൂഹത്തിന്. ബദർ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇവർ തന്നെയായിരുന്നു സമൂഹത്തിന്റെ നേതാക്കന്മാരാകേണ്ടത് എന്ന അർത്ഥത്തിൽ ദയനീയമായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയുണ്ടായി. ഏതായാലും ബദറൊക്കെ കഴിഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും തിരിച്ചു പോകുന്നത് റമദാൻ കഴിഞ്ഞപ്പോഴാണ്. പ്രിയമുള്ളവരെ, ബദർ അന്ന് നടന്നു. അതിൻ്റെ വിജയം ലഭിച്ചതിൻ്റെ കാരണം അത് നീയത്തിൻ്റെ ഖാലിസത്ത് കൊണ്ടാണ്, അവരുടെ ഐക്യം കൊണ്ടാണ്, മുസ്ലിം സമൂഹം എന്ന ഐഡന്റിറ്റിയിൽ അവർ നിലനിന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചത്. പ്രിയമുള്ളവരെ, കാലങ്ങൾ നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ മുസ്ലിം സമൂഹം എല്ലാ ഇടങ്ങളിലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സംഘർഷത്തിലാകുന്നു. നമ്മൾ ചോദിക്കുന്നു, മത്താ നസ്റുല്ലാ, ഇതെന്താ അള്ളാഹുവിൻ്റെ സഹായം വരാത്തത്? പ്രിയമുള്ളവരെ, നമ്മൾ നോക്കൂ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ നിലപാടും നമ്മുടെ സമൂഹത്തിൻ്റെ നയവും എന്താണ് നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഒരു കാലത്ത് ഒരുപാട് കാലങ്ങളായി ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പൂർണ്ണമായ ഉത്തരത്തിലേക്ക് നമുക്ക് ഇന്നും എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? GCC അടങ്ങുന്ന മുഴുവൻ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് അവർ തീരുമാനമെടുത്താൽ അവരൊക്കെ ഒരുമിച്ച് തുമ്മിയാൽ തെറിക്കാവുന്നതേ ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രമുള്ളൂ എന്ന് നമുക്കെല്ലാ ആളുകൾക്കും അറിയാം. പക്ഷെ എവിടെയാണ് നമുക്ക് അമളി പറ്റിയത് എന്ന് പഠിക്കുമ്പോൾ, എന്ന് മനസ്സിലാക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. പലരെയും അവരെ പ്രതിസ്ഥാനത്ത് നമ്മൾ കയറ്റേണ്ടി വരും. അതാണ് നമുക്ക് സഹായം ലഭിക്കാത്തത്. ഇവിടെ ഇപ്പം ആനുകാലികമായി പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബദർ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബക്കളും ഏതെല്ലാം സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ അതൊന്നും വ്യക്തിപരമായിരുന്നില്ല. അതെല്ലാം ഇസ്ലാമിന് വേണ്ടിയിട്ടായിരുന്നു, ആദർശത്തിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അധികാരം പിടിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് വരുമ്പോൾ ഇതിനൊക്കെ പല തലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ US-ഉം ഇസ്രായേലും ഒരുമിച്ച് ചേരുന്നു, പ്രതിസ്ഥാനത്ത് ഇറാനെ നിർത്തുമ്പോൾ അത് പൂർണ്ണാർത്ഥത്തിൽ ഇസ്ലാമും യഹൂദിയത്തും തമ്മിലുള്ള ഒരു പോരാട്ടമൊന്നുമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇറാന്റെ കയ്യിൽ എണ്ണയുണ്ട്. ഇറാന്റെ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ സ്തബ്ധമാക്കാൻ വേണ്ടി പറ്റും. ആ കടലിടുക്ക് ഇറാൻ നിർത്തിക്കഴിഞ്ഞാൽ, അത് പറയുന്നുണ്ട് ഇറാൻ, അത് നിർത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തേക്ക് പോകുന്ന മുഴുവൻ എണ്ണന്റെ യാത്രയും എണ്ണയുമായി ബന്ധപ്പെട്ട എല്ലാ കച്ചവടവും നിലക്കും, നടക്കൂല. ഇപ്പൊ സൗദിയും UAE ഒക്കെ ഈ പൈപ്പ് ലൈൻ വെച്ചിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ എണ്ണ കടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഏകദേശം 50 ലക്ഷം അത്രയൊക്കെ മാത്രമേ ഒരു ദിവസം കടത്താൻ വേണ്ടി പറ്റൂ. പക്ഷേ ഈ ഹോർമുസ് കടലുടുക്കിൽ കൂടി മാത്രം കൊണ്ടുപോകുന്നത് ഒരു ദിവസം 5 കോടിയോ 50 കോടിയോ ബാരൽ എണ്ണയാണ്. അപ്പൊ അത് ഇറാന്റെ തീരത്താ ഉള്ളത്. അത് ഇറാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ മൊത്തം പിടുത്തത്തിലാകും. ഏറ്റവും കൂടുതൽ പിടുത്തത്തിലാകുന്നത് അമേരിക്കനേക്കാൾ ഏഷ്യൻ രാജ്യങ്ങളാണ്. അമേരിക്ക ആകെ ഹോർമുസ് കടലിടുക്കിൽ കൂടി 7% ഓയിൽ മാത്രമേ ഇറക്കുന്നുള്ളൂ എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ബാക്കി 85%. ഇന്ത്യ, ജപ്പാൻ, ആ ഏഷ്യൻ മറ്റു രാജ്യങ്ങളൊക്കെ നമ്മൾ 85% നമ്മുടെ ഓയിൽ ഇറക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പ്രദേശത്തിൽ കൂടിയിട്ടാണ്. അപ്പൊ ഇത്
തികച്ചും, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ഒരു യഹൂദി ഇസ്ലാമിക് കോൺഫ്ലിക്റ്റ് അല്ല ഇവിടെ നടക്കുന്നത്. ഇറാനിനോട് ഇവർക്ക് തീരാത്ത പകയുണ്ട്. മറ്റൊന്നെന്താണ്, ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ നാളായി ഇവർക്കൊരു ഭയമുണ്ട്. ആ ന്യൂക്ലിയർ വെപ്പൺ ഇവർ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ അധികാരം ഇറാന്റെ കൈകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കക്ക് അത് വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന് അത് വെല്ലുവിളിയാണ്. ഈ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ തെമ്മാടി രാഷ്ട്രവും അമേരിക്ക ലോക പോലീസ് ചമയുന്ന, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവർ ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ പരമോന്നത നേതാവാകുന്ന ഖംനഇയെ കൊല ചെയ്യുമ്പോൾ മുസ്ലിം സമൂഹം എന്ത് നിലപാടെടുക്കും എന്നുള്ളിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ് ഉമ്മത്തിൻ്റെത്. അവിടെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ നേതാവ്, ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ സുപ്രീം ലീഡർ, അദ്ദേഹത്തിന്റെ ആശയം നമുക്കറിയാം. അദ്ദേഹം ഷിയ നേതാവാണ്, നമുക്കറിയാഞ്ഞിട്ടൊന്നല്ല. അദ്ദേഹം റാഫിദിയത്തിന്റെ ഭാഗമാണ്, ഷിയാക്കളിൽ ഇസ്നാ അശറ എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പോഴത്തേക്ക് അവിടെ കൊല ചെയ്യപ്പെട്ട് നടക്കുമ്പോഴേക്ക് ലോകത്തുള്ള മുസ്ലിം ആളുകളൊക്കെ, രാഷ്ട്രീയത്തിൽ LKG അവബോധമുള്ള ആളുകൾ വരെ അതിന് ഈ പറയപ്പെട്ട രീതിയിൽ ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം സൈബർ ഇടങ്ങളിൽ ഇരുട്ടറകളിൽ ഇരുന്നു കൊണ്ട് അത് അദ്ദേഹത്തിന് നമ്മൾ പറയാൻ പാടില്ല, ഇറാനെ നമ്മൾ അനുകൂലിക്കാൻ പാടില്ല, അയാൾ ഷിയയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി സിറിയയിൽ ഇത്ര ആളുകളെ കൊന്നിട്ടുണ്ട്, ലിബിയയിൽ ഇത്ര ആളുകളെ കൊന്നിട്ടുണ്ട്, അവരുടെ വാദമുഖങ്ങൾ ഇന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ മാലിന്യത്തിന്റെ കൂമ്പാരം അത് എത്രമാത്രം മോശമാണ് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തിയോളജി? ഞാൻ അതിന്റെ ആഴങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കടന്നുപോയപ്പോൾ മനസ്സ് വല്ലാതെ വിഷമിച്ചു പോയിട്ടുണ്ട്. ഉമ്മത്ത് ഇത് മനസ്സിലാക്കണമെന്ന ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് ഇത് സംസാരിക്കുന്നത്. നമ്മുടെ ഐഡിയോളജിയുടെ നിലപാടെന്താണ്? നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അന്ന് ലോകത്തെ ഏറ്റവും 2 പോൾ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് പേർഷ്യയും റോമുമാണ്. ഫാരിസും റോമും. പേർഷ്യക്കാർ എന്ന് പറഞ്ഞാൽ അബദത്തുൽ ഔസാൻ, തീൻ ആരാധിക്കുന്നവരായിരുന്നു, വിഗ്രഹാരാധകരായിരുന്നു. റോമക്കാർ എന്ന് പറഞ്ഞാൽ അഹ്ലി കിതാബായിരുന്നു, ഈസാ നബിന്റെ ഭാഗക്കാരാണ്. അവരിൽ തെറ്റുകുറ്റങ്ങളുണ്ട്, പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ അവർ കുറച്ചെങ്കിലും ഈ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകളായിരുന്നു. പേർഷ്യയും റോമും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മുസ്ലിമീങ്ങൾ അതിൽ ഭാഗവക്കാകുന്നൊന്നുമില്ല, നബിയും സഹാബാക്കൾ അതിൽ ഭാഗവക്കായിട്ടൊന്നുമില്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്ന എന്താ? റോം ജയിക്കണമെന്നാണ്. അള്ളാഹു കാത്തത് ഈ സമൂഹം അന്ന് ഇല്ലാതിരുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവരും ഇറക്കും പ്രൊപ്പഗണ്ട. ആരാണ് റോം? ആരാണ് റോമിന്റെ ആളുകൾ? ആരാണ് അഹ്ലി കിതാബ്? അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണെന്ന് പറഞ്ഞവരല്ലേ, അത്ര ഏകത്വമുണ്ടെന്ന് വാദിച്ചവരല്ലേ എന്നൊക്കെ ഇന്ന് ഇവർ അന്നും പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ നിലപാടെന്തായിരുന്നു? ഇവര് പേർഷ്യ ജയിച്ചു, റോം തോറ്റു. മുസ്ലിമീങ്ങൾക്ക് സങ്കടമായി. ഇങ്ങനെ സങ്കടപ്പെടാൻ പറ്റുക? അവർ ശിർക്കിന്റെ ആളുകളല്ലേ. പക്ഷെ അഹ്ലി കിതാബാണ്. എന്താ അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ വേദം അവരുടെ പിന്മുറക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, അവർ അതിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു അലിഫ് ലാം മീം ഗുലിബത്തി റൂം. ദാ റോം ഇപ്പം തോറ്റിട്ടുണ്ട് കേട്ടോ, ഇപ്പം തോറ്റിട്ടുണ്ട്. ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. പേടിക്കണ്ട, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ റോം ജയിക്കും. ഇത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങൾക്ക് സന്തോഷമായി. അബൂബക്കർ റളിയല്ലാഹു പോയിട്ട് മക്ക മുശ്രിക്കുകൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പേർഷ്യ ജയിക്കണം. കാരണം ഇവർ രണ്ടാളും ഒറ്റ ചോരയാണ്, ഇത് രണ്ടും ഒറ്റ ചോരയാണ്. ഇവിടെ ഈ ഖംനഇ കൊല്ലപ്പെട്ടിട്ട് ആ ഇറാനിന്റെ തെരുവുകളിൽ ആഘോഷിക്കുന്ന കുറെ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇസ്രായേലിന്റെ മനോഭാവമുള്ള ആളുകളാണ്, US-നോട് അനുകൂല മനോഭാവമുള്ള ആളുകളാണ്. അവരാഘോഷിച്ചതുപോലെ, അവർ വിചാരിച്ചതുപോലെ തന്നെ ഇവിടെയും ചില ആളുകൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, പറയാതെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സുകളിലും ഈ പറയപ്പെട്ട ചിന്താഗതിയാണുള്ളത്. അള്ളാഹു പറഞ്ഞു ബേജാറാകണ്ട, കുറച്ചു കാലം കഴിയുമ്പോൾ അവർ പിന്നെ ജയിക്കുന്നു പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു പോയിട്ട് മക്ക മുശ്രിക്കുകളോട് പറഞ്ഞു ഞാൻ നിങ്ങളൊരു ബെറ്റ് വെക്കാൻ തയ്യാറാണെന്ന്. റോം ജയിക്കും. എത്ര കൊല്ലത്തിന്റെ ഉള്ളിൽ? ആദ്യം പറഞ്ഞ 5 കൊല്ലം നീട്ടിട്ട് 9 കൊല്ലം വരെ ആ ബെറ്റുന്നുണ്ട്. 9 കൊല്ലത്തിന്റെ ഉള്ളിൽ ഈ റോം ജയിക്കും. ബെറ്റ് വെച്ചു. 9 കൊല്ലമായപ്പോൾ റോം ജയിച്ചു. അള്ളാഹു പറഞ്ഞ വാക്കെന്താണെന്നറിയോ? യൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ. അന്നേ ദിവസം മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിന്റെ കൂടെയാണ് നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് സഹായിച്ചത്? ബിനസ്രില്ല, അള്ളാഹു സഹായിച്ചതിന്റെ പേരിൽ. പ്രിയമുള്ളവരെ, ഷിയായിസവുമായി ആദർശപരമായി നമുക്ക് വിയോജിപ്പുണ്ട്, ഒരു സംശയമില്ല. റാഫിദിയത്തുമായി നമുക്ക് ആദർശപരമായി വിയോജിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇവിടെ നിൽക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ആരാണ്?
ശത്രുവാണെന്നതിന് അവർക്ക് വേണ്ടി ഒരു DNA ടെസ്റ്റും നടത്തേണ്ട ആവശ്യമില്ല. അത്രമേൽ വ്യക്തമായൊരു കാര്യം മുസ്ലിം സമൂഹത്തിന്റെ ചുടുചോര ഊറ്റിക്കുടിച്ച വിഭാഗം ഇസ്രായേലും അമേരിക്കയും പാലസ്തീന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അവർക്കെതിരെ ഒരു കല്ലെങ്കിലും എടുത്തെറിയാൻ ഇന്ന് ലോകത്ത് ഒരു ആൺ രാജ്യമുണ്ട് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയും ഇറാൻ നമുക്ക് മാറ്റി നിർത്താം, ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഹിസ്ബുള്ളയെയും അതുപോലെ എല്ലാ സംഘങ്ങളെയും നമുക്ക് മാറ്റി നിർത്താം. പിന്നെ ആരെയാണ് നമുക്ക് മുമ്പിൽ കാണിക്കാനുള്ളത്? സൗദി അറേബ്യയോ കുവൈത്തോ ഖത്തറോ? എന്താണ് ഇവർ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, അവരൊക്കെ പല ടേംസിലേക്ക് ആയിക്കഴിഞ്ഞു. ഇസ്രായേലുമായി ഫൈറ്റ് ചെയ്യാൻ അവർക്ക് ആവൂല. ഒന്നാമത്തെ വിഷയം, കാരണം അവരുടെ കൈകളിലുള്ള സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാം മുച്ചോടി വരെ മുടിച്ചിട്ട് പോകും. അതുകൊണ്ട് US-ന്റെ കൊടക്കീഴിലാണ് ഈ പറയപ്പെട്ട അറബ് രാജ്യങ്ങളൊക്കെയും തന്നെ. നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അത് പറയുമ്പോൾ പല കഥകളും നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ നിലപാടിന്റെ കൂട്ടത്തിൽ വിഷയം നിൽക്കുമ്പോൾ വളരെയേറെ ജാഗ്രത നമ്മൾ പാലിക്കണം. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഷിയായിസം കേരളത്തിലേക്ക് ഇറക്കി ഷിയായിസത്തിന്റെ ആളുകളായി അങ്ങനൊന്നുമല്ല. ഇവിടെ ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുന്നു. ഇവിടെ ബ്രിട്ടീഷുകാരുമായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആളുകൾ സംഘടനത്തിൽ ഏർപ്പെട്ടു. നമ്മൾ ഗാന്ധിജിയുമായി ചേർന്നില്ലേ? ഏതൊക്കെ സംഘടനകളുമായി നമ്മൾ വരിചേർന്നു? എന്താ ഇതിനകത്ത് മൂലന? പിന്നെ ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ആളുകൾക്ക് മുമ്പിൽ നിന്നിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തില്ല. അപ്പൊ എന്താ ഇവരെന്താ പറയാ? ശിർക്കിന്റെ ആളുകൾ, കുഫറിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കലാണോ? ആദർശത്തിന്റെ സ്ഥലത്ത് നിൽക്കും. ഒന്നിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഒന്നിക്കുകയും ചെയ്യും. ഇനി ഇതിനേക്കാൾ രസം എന്താന്ന് പറയുക, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം മാർച്ച് 5-6 തീയതികളിൽ സൗദിയിൽ ഒരു വട്ടമേശ സമ്മേളനം നടന്നു. റാബിത്തത്തുൽ ഇസ്ലാമിൽ മുസ്ലിമീൻ എന്ന് പറയുന്ന മുസ്ലിം വേൾഡ് ലീഗിന്റെ കീഴിൽ 90 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ ഒരു വട്ടമേശ സമ്മേളനം. ഈ 90 പണ്ഡിതന്മാർ എന്തിനാ ഒരുമിച്ച് കൂടിയത്? ബിൽഡിംഗ് ബ്രിഡ്ജസ് ബിറ്റ്വീൻ ഇസ്ലാമിക് സെക്ട്, ഇസ്ലാമിന്റെ ഉള്ളിലുള്ള അവാന്തര വിഭാഗങ്ങൾ, ഷിയാക്കൾ, റാഫിദികൾ, എന്തെല്ലാം ഉണ്ടോ അവർക്കിടയിലൊക്കെ എങ്ങനെ ഐക്യപ്പെടാം എന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ 90 അംഗ സംഘം. 90 രാജ്യങ്ങളിലുള്ള സുന്നി പണ്ഡിതന്മാരും ഷിയ പണ്ഡിതന്മാരും ഒക്കെ പങ്കെടുത്തു. എന്നിട്ട് അവർ എൻസൈക്ലോപീഡിയ ഓഫ് ഇസ്ലാമിക് ഇന്റലക്ച്വൽ ഹാർമണി എന്ന പേരിൽ ഈ പറയപ്പെട്ടതുപോലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദം എന്ന വിഷയത്തിൽ 1800 പേജുള്ള ഒരു എൻസൈക്ലോപീഡിയ അവർ പുറത്തിറക്കി. അതിൽ ആരൊക്കെ പങ്കെടുത്തു? ഇരു ഹറമുകളുടെ തലവൻ ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് ദാമത്ത് ബറക്കാത്തുഹു അവർ പങ്കെടുത്തിട്ടുണ്ട്. പല സലഫി പണ്ഡിതന്മാരും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന് പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ജമിയത്ത് ഉലമാ ഹിന്ദിന്റെ നേതാവ് അർഷദ് മദനിയായിരുന്നു. എന്തിനാ ഇവരൊക്കെ മീറ്റിംഗ് ഓടിയത്? നമുക്ക് പഴയ കഥകൾ വീണ്ടും അയവിറക്കാം. സിറിയയിൽ അവർ ചെയ്ത് തെറ്റാണ്, ഒരു സംശയമില്ല. അന്ന് അവർ ചെയ്ത രാഷ്ട്രീയപരമായ ഏറ്റവും വലിയ കൊല തന്നെയാണത്. അതിന് നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കൂ, ഈ പൊളിറ്റിക്സിൽ നിന്നും നമ്മൾ ഇറാനെ മാറ്റി നിർത്തിയാൽ ഇവരോട് കൈ ചൂണ്ടി സംസാരിക്കാൻ ആർക്കാണ് പറ്റുക? അപ്പൊ എന്താ ഇറാനെ മാത്രം പേടി? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? എന്തുകൊണ്ട് ഇറാനെ മാത്രം പേടി എന്ന് പറഞ്ഞാൽ, ഇറാൻ 1970-കൾക്ക് മുമ്പ് ഇറാനിയൻ റവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ് അവിടെ ഷാ ഭരണകൂടമായിരുന്നല്ലോ, മൊണാർക്കി. ആ മൊണാർക്കിയും ഇസ്രായേലും തമ്മിൽ ബായി ആയിരുന്നു. അവർ തമ്മിൽ അലയൻസ് ഉണ്ടായിരുന്നു. ഒരേ ചങ്ങലക്കടിയിലാണ് അവർ പോയിരുന്നത്. അതിനുശേഷമാണ് ഇറാനിയൻ റവല്യൂഷൻ നടക്കുന്നത്. അതോടുകൂടി ഇറാനും ഇസ്രായേലും തമ്മിൽ പരസ്യ യുദ്ധത്തിലേക്കായിരുന്നു. അവരോട് ചേരിയില്ല, സന്ധിയില്ല സമരം നടത്തുകയായിരുന്നവർ. രാഷ്ട്രീയപരമായി നമുക്ക് പല വിഷയങ്ങളും വിയോജിപ്പുണ്ടെങ്കിലും ശരി. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മൾ മുസ്ലിം സമൂഹത്തിനെ ഒരുമിപ്പിക്കാനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പിന്നെ പോട്ടെ ഇവിടൊക്കെ നിർത്തി. ഇനി ഇവർ പറയുന്ന തൗഹീദിന്റെ ആളുകളുണ്ടല്ലോ, ഇവരാണ് ഷിയാക്കൾ, ആ പ്രശ്നം. എന്നിട്ടോ പാലസ്തീന്റെ പ്രശ്നം വന്നപ്പോഴോ എന്താ കേരളത്തിൽ പ്രസംഗിച്ചത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഹമാസിന്റെ കയ്യിൽ ഖുദ്സ് കിട്ടുന്നതിനേക്കാൾ ഭേദം, നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, ഹമാസിന്റെ കയ്യിൽ ഖുദ്സ് കിട്ടുന്നതിനേക്കാൾ ഭേദം അവിടെ യഹൂദികൾ ഖുദ്സ് ഭരിക്കലാണ് എന്ന് പറയാൻ മാത്രം മനസ്സ് മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിന്റെ പ്രശ്നമാണ് നമുക്ക് പറയാനുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, അള്ളാഹു കാത്തത് ഇവർ നബിതങ്ങളുടെ കാലഘട്ടത്തോ സഹാബാക്കളുടെ കാലഘട്ടത്തിലോ ഇല്ലാഞ്ഞത്. എന്തേ? വഹ്ഷി ഹംസ റളിയല്ലാഹു കൊന്നല്ലോ, കൊന്നു. മുസ്ലിമായല്ലോ, മുസ്ലിമായി. യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയുള്ള പോരാട്ടത്തിൽ വഹ്ഷി ഉണ്ടല്ലോ നേതൃത്വ നിരയിൽ. ഇവരുണ്ടായിരുന്നെങ്കിൽ പറയും വഹ്ഷിനെ കൂട്ടാൻ പാടില്ല, വഹ്ഷിനെ കൂട്ടാൻ പാടില്ല. എന്താ കാര്യം? വഹ്ഷി ഹംസയെ കൊന്ന ആളാണ്. ഹംസയെ കൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് നബി തങ്ങളെ. അതുകൊണ്ട് വഹ്ഷിനെ കൂട്ടാൻ വേണ്ടി പറയുമായിരുന്നു ഇവർ.
അതുകൊണ്ട് സമൂഹമേ, നമ്മൾ ഇവിടത്തെ ആരാണ് ഒറ്റുകാർ എന്ന വിഷയത്തിൽ കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ലോക പോളിറ്റിക്സിലും പിന്നെ വേൾഡ് ജിയോഗ്രഫിയിലും നമുക്ക് ഇറങ്ങിയിട്ടൊന്നും ഒന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ഒരു മുസ്ലിമിന് വേദന ഉണ്ടാകുമ്പോൾ ആ വേദനയിൽ പങ്കുചേരാൻ അവന് വേണ്ടി ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങൾ ഖംനൈ കൊല്ലപ്പെട്ടതിൻ്റെ 2-3 ദിവസം തുടർച്ചയായി വാട്സപ്പ് സ്റ്റാറ്റസുകളും സോഷ്യൽ മീഡിയയും FB ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നെതന്യാഹുവിനെയും ഖംനയെയും ഒക്കെ ഇങ്ങനെ മുക്കാബല ചെയ്യായിരുന്നു. ട്രംപ് കൊന്ന അല്ലെങ്കിൽ നെതന്യാഹു കൊന്ന ആളുകളുടെ എണ്ണം, ഇയാൾ കൊന്ന ആളുകളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ അപ്പൊ എന്താ അവർ പറയാതെ പറയുന്നത്? അയാൾ കൊല ചെയ്യപ്പെടേണ്ട ആള് തന്നെയാണ്, അയാൾ കൊല ചെയ്യപ്പെടേണ്ട ആള് തന്നെയാണ് എന്നല്ല പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അവിടെ സത്യത്തിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ? ഒരു മുസ്ലിമിന്റെ വചനത്തിനാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ഇനി ഇവരുടെ ആത്മീയ ആചാര്യനുണ്ടല്ലോ, അതും കൂടി പറ്റി വിഷയം അവസാനിപ്പിക്കാം. ഇവർ ആത്മീയ ആചാര്യൻ ആരാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഇവരുടെ എല്ലാവിധ ആദർശത്തിന്റെയും ഈ പറയപ്പെട്ട ഗ്രൂപ്പുകളുടെ ഒക്കെ ആചാര്യൻ ഇബ്നു തൈമിയ്യാണ്. ഇബ്നു തൈമിയ്യയോട് ഒരാൾ ചോദിക്കുന്നുണ്ട് ഒരു ഫത്വയിൽ, ഇങ്ങനെ ഒരു മനുഷ്യൻ അയാൾ യഹൂദികളെക്കാൾ കൂടുതൽ റാഫിദുകളെയും ഷിയാക്കളെയും സ്നേഹിക്കുന്നു, അതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ്? അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? ഇബ്നു തൈമിയ്യ പറയുന്ന മറുപടി, ഈ പറഞ്ഞ പോലെ ഇബ്നു തൈമിയ്യയോട് നമുക്ക് 100% യോജിപ്പുള്ളതുകൊണ്ടെന്നല്ല, അവരെ നേതാവായതുകൊണ്ട് പറയാ. ഇബ്നു തൈമിയ്യ കൊടുത്ത മറുപടി എന്താ? റാഫിദിയത്തും പിന്നെ ഇതൊക്കെ ഇസ്ലാമി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചവരാണെങ്കിലും കുഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദകമാണ്. ഏതുപോലെ അഹ്ലു കിതാബിന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ എടുത്ത സ്റ്റാൻഡ് പോലെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഹക്കിന്റെ കൂട്ടത്തിൽ നിൽക്കണം. നമ്മൾ മുസ്ലിം സമൂഹം ഇനി ഐക്യപ്പെടേണ്ട നാളുകളാണ്. ഇനി പഴയ കഥകൾ പറഞ്ഞിട്ട് തമ്മിൽ ഭിന്നിപ്പിക്കേണ്ടുന്ന സ്വരങ്ങൾ ഉയരേണ്ട സന്ദർഭമല്ല ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ രീതിയിലും ഹിഫാദത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യണം ഖൈറിന് വേണ്ടിയിട്ട്. ആ ഖൈർ നമുക്ക് അല്ലാഹു കണ്ണിൽ കാണിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇനിയുള്ള ആഴ്ചകൾ പരിശുദ്ധമായ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചകൾ, അവസാനത്തെ 10 നമ്മിലേക്ക് വരികയാണ്. ഈ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ നേടിയെടുക്കണം എന്ന് പറയുമ്പോൾ അതിൽ ഇബാദത്തുകൾക്ക് വലിയ പ്രാധാന്യവും പങ്കുമുണ്ട്. ആദ്യത്തെ 10കളിൽ തറാവീഹിനും ഇബാദത്തുകൾക്കൊക്കെ വലിയ ആവേശമായിരുന്നു. രണ്ടാമത്തെ 10 ചെറുതായി അത് പള്ളികളിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒരിക്കലും കുറഞ്ഞു പോകരുത് നമ്മൾ. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ട സന്ദർഭമാണ്. അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് ഇഅ്തികാഫ്. മറ്റു മാസങ്ങളിൽ ഇല്ലാത്തതിനേക്കാൾ വിശിഷ്യമായി നബി തങ്ങൾ റമളാനിൽ ചെയ്ത അമലാണ് ഇഅ്തികാഫ്. എന്താ ഇഅ്തികാഫ്? പള്ളിയിൽ വന്ന് ഇരുന്ന് ഏകനായി അള്ളാഹുവിനോട് സംസാരിക്കുകയും ഇബാദത്തിൽ കഴിയുകയും ഖുർആൻ ഷരീഫിൻ്റെ തിലാവത്ത് നടത്തുകയും ആ അർത്ഥത്തിൽ നടത്തുകയും ചെയ്യേണ്ട അമലാണ് ഇഅ്തികാഫ്. അതുകൊണ്ട് അവസാനത്തെ 10 പ്രവേശിക്കുമ്പോഴേക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പുരുഷന്മാരായ ആളുകളൊക്കെ പള്ളികളിൽ വന്ന് ഇരുന്ന് ഇഅ്തികാഫിനെ കരുതണം. ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഈ ഉമ്മത്തിന് വേണ്ടി നമ്മൾ കരയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.